ഹായ് പ്ലസ് വൺ മക്കളെ, 2 വർഷങ്ങൾക്കപ്പുറം നീറ്റ് 2027 നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ട് ഒരു ഡോക്ടർ സ്വപ്നവുമായി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എഡ്യൂപോർട്ടിന്റെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിഡിലൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾ എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേട്ടോളൂ. നമ്മൾ എഡ്യൂപോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ മാസവും നീറ്റ് ആസ്പിരന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നിങ്ങളൊരു നീറ്റ് എക്സാം എങ്ങനെയാണോ എഴുതാൻ പോകുന്നത്, ഒരു ഓഫ്ലൈൻ സെന്റേഴ്സിൽ മറ്റുള്ള വിദ്യാർത്ഥികളെ കൂടെ അതേ പാറ്റേണിലുള്ള അതേ ഡിഫിക്കൽറ്റിയിൽ അവരുള്ള അതേ ഡ്യൂറേഷനിലുള്ള എക്സാം എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണ്, വളരെ വളരെ വലുതല്ലേ, വളരെ വളരെ വാല്യുബിൾ അല്ലേ? അപ്പോൾ ഈ ഒരു മോക്ക് എക്സ്പീരിയൻസും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് നമ്മൾ ഓഗസ്റ്റിൽ കണ്ടക്ട് ചെയ്തിരുന്നു. ചില കുട്ടികൾ ഇത് കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ മാസത്തെ എക്സാം എഴുതിയവരുണ്ടാവും, ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടാവും. കഴിഞ്ഞ മാസം കേരളത്തിലെ 14 ജില്ലകളിലും ഒരുപാട് സെന്റേഴ്സിലായിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാം ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് മാസമാണ്, സെപ്റ്റംബർ മാസവും ഉണ്ട്. സോ സെപ്റ്റംബർ മാസത്തിലെ എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് അഥവാ EMT നമ്മൾ അനൗൺസ് ചെയ്യാണ്. നീറ്റ് സിലബസ് പ്രകാരമുള്ള എക്സാം ആയിരിക്കും. ആൻഡ് സെപ്റ്റംബർ 21 ആണ് അതിന്റെ ഡേറ്റ് വരുന്നത് കേട്ടോ. ഒരു സൺഡേ ആണ്. നിങ്ങൾക്ക് സ്കൂളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. ഇനി മുന്നോട്ട് ഒരുപാട് ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർ സിലബസ് ഞാൻ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്ത് തരും. ആൻഡ് എക്സാം രാവിലെ 10 മണി തൊട്ടിട്ട് 1 മണി വരെയാണ്. നീറ്റ് എക്സാമിന്റെ അതേ പാറ്റേണിൽ എക്സാം ആയിരിക്കും കേട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ എങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ 3 കാറ്റഗറി സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ എക്സാം, അതായത് ഓഗസ്റ്റിൽ നടന്ന EMT എക്സാം രജിസ്റ്റർ ചെയ്യുകയും എക്സാം അറ്റൻഡ് ചെയ്തവരും ഉണ്ടാവും. അവരൊന്നും ചെയ്യണ്ട. അവരെന്ത് ചെയ്താൽ മതി, അന്ന് നിങ്ങൾക്ക് കിട്ടിയ രജിസ്ട്രേഷൻ നമ്പറും ഹോൾ ടിക്കറ്റും ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാം സെന്റേഴ്സ് അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ കൂട്ടരുണ്ട്. കഴിഞ്ഞ മാസത്തെ എക്സാം രജിസ്റ്റർ ചെയ്തിരുന്നു, എന്നാൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഓഗസ്റ്റിൽ എക്സാം. അപ്പൊ ആ കൂട്ടർ എന്ത് ചെയ്യണം, ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പം ഈ കൂട്ടർ എന്ത് ചെയ്യണം, ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, താഴെ ഒരു ഫോം ഞാൻ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കഴിഞ്ഞ മാസം ഫില്ല് ചെയ്ത അതുപോലെ ഒരു ഫോം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എക്സാം എഴുതുകയും ചെയ്യാം. ഇനി മൂന്നാമത്തെ കൂട്ടർ, അതായത് നിങ്ങൾ ഇതുവരെ എഡ്യൂപോർട്ടിന്റെ മന്ത്ലി ടെസ്റ്റിനെ പറ്റി കേട്ടിട്ടില്ല. ഇനി കേട്ടിട്ട് കഴിഞ്ഞ മാസം എഴുതാൻ പറ്റിയില്ല, ഇല്ല എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾ സീരിയസ് ആയി ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് വന്നില്ലേ, ഇതെന്താണ്, ഇത് കുറച്ച് അടിപൊളി പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അതിനും താഴെ കാണുന്ന ഫോം തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഒരു 49 രൂപയുടെ കോസ്റ്റ് ഉണ്ട്. ഡോണ്ട് വറി, ഇത് ഞങ്ങൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്നതല്ല. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്തു തരും. ഇത് വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടി ഒരു എമൗണ്ട് വെച്ചെന്നുള്ളൂ. നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഫ്രീ ആയിട്ട് തിരിച്ചു തരികയാണ്. സോ ബേസിക്കലി ഈ എക്സാം എന്താണ്, ഫ്രീ ആണ് കേട്ടോ. ആൻഡ് അടുത്ത കാര്യം, നിങ്ങൾ എഡ്യൂപോർട്ടിന്റെ ഏതെങ്കിലും ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിലും, ഇനി സ്റ്റുഡൻസ് അല്ലെങ്കിലും, നിങ്ങൾ മറ്റേത് സ്ഥാപനത്തിലെ സ്റ്റുഡന്റ് ആണെങ്കിലും, ഇനി ഒരു സ്ഥാപനത്തിലെ സ്റ്റുഡന്റ് അല്ലെങ്കിലും, അതായത് നിങ്ങളൊരു +1 വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് എഴുതാം. ഇതിന്റെ സിലബസ് ഞാൻ അനൗൺസ് ചെയ്യാണ്. നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ 3 സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പൊ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് ആൻഡ് പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലർ സ്ട്രക്ചർ, തെർമോഡൈനാമിക്സ്, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ നിന്നുണ്ടാവുക. ഫിസിക്സിൽ നിന്ന് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ ആണ് ഉണ്ടായിരിക്കുക. ബയോളജിയിലോട്ട് പോവുകയാണെങ്കിൽ അനിമൽ കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ആനിമൽസ്, ഈ ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ സിലബസ് ആയിട്ടുള്ളത്. അപ്പൊ സിലബസ് പ്രോപ്പറായി റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ നന്നായി പഠിച്ച് സീരിയസ് ആയിട്ട് തന്നെ ഈ എക്സാം കാണാം. മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പറ്റീവ് സ്പിരിറ്റ് വരികയും അത് തീർച്ചയായും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം പ്രത്യേകം നോക്കുക. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള അവസരം നഷ്ടപ്പെടും. രജിസ്ട്രേഷൻ ഏറ്റവും പെട്ടെന്ന് ചെയ്യുകയും ചെയ്യുക. കാരണം ചില സ്ഥലങ്ങളിൽ സെന്റേഴ്സിൽ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ആദ്യം ഫില്ല് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. സോ പിന്നീട് എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട, ഇപ്പൊ തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും എക്സാം എഴുതാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ
കൂട്ടിക്കൊണ്ടുവരാം, അവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഗ്യാങ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ എക്സാം എഴുതാൻ പറ്റും കേട്ടോ. പക്ഷെ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്, എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് 21-ാം തീയതി കേരളത്തിലൊട്ടാകെയുള്ള സെന്റേഴ്സിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം.